CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കലിംഗ സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നു തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും ആരാധകർ ഇനി പ്രതീക്ഷയർപ്പിക്കുന്നത് ISLലാണ്. നിലവിൽ ISLൽ 12 മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് 26 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണുള്ളത്. ഈ ജാനുവരി മാസം തന്നെ ISLന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതേ പ്രകടനം നിലനിർത്തുകയാണെങ്കിൽ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കിരീടം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് മുന്നിലുള്ളത് 10 വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ്. എന്നാൽ ഇനി വരുന്ന ഈ 10 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമൊന്നുമാവില്ല. കാരണം ഇനി ബ്ലാസ്റ്റേഴ്സിന് നേരിടാനുള്ളത് മോഹൻ ബഗാനും ഒഡീഷയും പോലെയുള്ള വളരെ കരുത്തരായ ടീമുകളെയാണ്. ഇതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടീം കൂടിയാണ് ജംഷഡ്പൂർ FC എന്നുള്ളത്. കാരണം സീസണിലെ ആദ്യ മത്സരത്തിൽ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജംഷഡ്പൂരുമായി ഇനിയൊരു മത്സരം കൂടി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട്. അത് അവരുടെ ഹോം തട്ടകത്തിലുമാണ്. എന്നാൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കണ്ട ജംഷഡ്പൂർ ആയിരിക്കില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത്. പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിന്റെ കീഴിൽ ജംഷഡ്പൂർ കുതിക്കുകയാണിപ്പോൾ. ഇത് കൂടാതെ ഖാലിദ് ജമീൽ ജംഷഡ്പൂർ FCയുടെ ചുമതല ഏറ്റതിനു ശേഷം അവർ ഒരൊറ്റ മത്സരത്തിൽ പോലും പരാജയപ്പെട്ടിട്ടുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ അടക്കം അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള എതിരാളികളും ശക്തരാണെങ്കിലും ജംഷഡ്പൂർ FCയെ ഇനി പഴയതുപോലെ നമുക്ക് വില കുറിച്ച് കാണാൻ സാധിക്കുകയില്ല. പുതിയ പരിശീലകനും പുതിയ താരങ്ങളുമായി അവരിപ്പോൾ കരുത്തരായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം ഏഷ്യൻ കപ്പിൽ ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ ഇന്ത്യക്കായിട്ടില്ല എന്നത്. എന്തിനേറെ ഒരു ഗോൾ നേടാൻ പോലും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏഷ്യ കപ്പിലെ ദയനീയ പ്രകടനത്തെ തുടർന്ന് ഇന്ത്യൻ പരിശീലകനായ ഇഗോർ സ്റ്റിമാച്ചിനെ പുറത്താക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. സ്റ്റിമാച്ച് ഔട്ട് എന്ന ഹാഷ്ടാഗും ഇപ്പോൾ വിവിധ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. സ്റ്റിമാച്ചിന്റെ കീഴിൽ ഇന്ത്യ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നും കൂടാതെ നിരവധി മികച്ച താരങ്ങളെ അദ്ദേഹം ടീമിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന വിമർശനവും നിലവിൽ ഉയരുന്നുണ്ട്. ഇത് കൂടാതെ സൗത്ത് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ നിലവാരം കുറഞ്ഞ ടീമുകളോട് കഷ്ടിച്ച് വിജയിക്കാനേ സ്റ്റിമാച്ചിന്റെ ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ളൂ എന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ലോകകപ്പ് കളിക്കാൻ ഇന്ത്യക്ക് ഇനിയും പതിറ്റാണ്ടുകൾ കാത്തിരിക്കണമെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേസമയം സ്റ്റിമാച്ചിനെ പുറത്താക്കിക്കൊണ്ട് പകരം ഒരു പുതിയ പരിശീലകനെ കൊണ്ടുവരണമെന്ന ചർച്ചയാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്. സ്റ്റിമാച്ചിന് പകരക്കാരനായി പല പരിശീലകന്മാരുടെ പേരുകളും ആരാധകർ സജഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ പേര്. തന്റെ സ്ക്വാഡിന്റെ ശക്തി മനസ്സിലാക്കി അതനുസരിച്ച് ടീം ഫോർമേഷൻ തയ്യാറാക്കാൻ കേൾപ്പുള്ള പരിശീലകനാണ് ഇവാൻ എന്നും കൂടാതെ സ്റ്റിമാച്ചിന് പകരക്കാരനായി ഇവാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇനി വരാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയാവാൻ പോകുന്ന 3 കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തേത് തന്നെ ലൂണയുടെ അഭാവമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നായകനായ അഡ്രിയാൻ ലൂണയുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് ഒരു തലവേദന തന്നെയാണ്. ആദ്യഘട്ടത്തിലെ അവസാന കുറച്ചു മത്സരങ്ങൾ ലൂണയില്ലാതെ ബ്ലാസ്റ്റേഴ്സ് കളിച്ച് വിജയിച്ചു എങ്കിലും ഇനിയുള്ള നിർണായക മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ തലവേദനയാവാൻ പോകുന്നത് ലൂണയും അദ്ദേഹത്തിന്റെ മത്സര പരിചയവും ഏത് നിമിഷവും കളി മാറ്റിമറിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ കഴിവുമാണ്. ലൂണയുടെ പകരക്കാരനായി ഫെഡർ സെർണിച്ച് എന്ന താരം വന്നെങ്കിലും ലൂണയുടെ അഭാവം താരം എത്രത്തോളം നികത്തുമെന്നതും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ വെല്ലുവിളി എന്നത് ഹോം മത്സരങ്ങളുടെ കുറവ് തന്നെയാണ്. ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ച 12 മത്സരങ്ങളിൽ 7 ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരമായിരുന്നു. പക്ഷേ ഇനി 4 മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരമായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന എല്ലാ മത്സരങ്ങളും വെല്ലുവിളി നിറഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ ഒരു വെല്ലുവിളി എന്നത് ടീമുകളുടെ കരുത്ത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ദുർബലരായ ടീമുകൾ പോലും രണ്ടാം ഘട്ടത്തിൽ പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ച് കരുത്ത് വർദ്ധിപ്പിച്ചു എന്നത് ബ്ലാസ്റ്റേഴ്സിന് ഗൗരവമായി എടുക്കേണ്ട കാര്യം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ദുർബലരായി കണ്ടിരുന്ന ഒരു ടീമാണ് ജംഷഡ്പൂർ FC. പക്ഷേ അവർ ഇപ്പോൾ വളരെ മികച്ച ഫോമിലാണ്.
ഇത്തരത്തിൽ പല ടീമുകളും രണ്ടാം ഘട്ടത്തിൽ കരുത്ത് വർദ്ധിപ്പിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള യാത്ര കഠിനമാക്കും. ഏതായാലും ഈ ഒരു 3 വെല്ലുവിളികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.